പ്രണയബോധം പലതരത്തിലുണ്ട് കേട്ടോ. നമ്മളെ കുഞ്ഞുങ്ങൾ അത് രണ്ടും അറിഞ്ഞിരിക്കണം. നല്ല പവിത്രമായ അനുഭൂതി എന്ന അർത്ഥത്തിലുള്ള അലൗകികമായ പ്രണയബോധമുണ്ട്. എന്നാൽ ഇൻഫാക്ച്വേഷനും ഉണ്ട്. പല ഇൻഫാക്ച്വേഷനുകളെയും ഭ്രമങ്ങളെയുമാണ് പ്രണയമായി തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രണയം തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ ദുരന്തങ്ങളുടെ ഒന്നും കാരണക്കാരൻ പ്രണയമോ പ്രണയനഷ്ടമോ അല്ല, എന്നാൽ ഇൻഫാക്ച്വേഷനാണ് അതിന് കാരണക്കാരൻ. അപ്പോൾ ഈ ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്ന പ്രച്ഛന്ന വേഷധാരിയെ പ്രണയമായി തെറ്റിദ്ധരിക്കുകയും പ്രണയം മഹാമോശമാണെന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണ് രേണു. ശരിക്കൊരു മാരീചനായിരുന്നു പ്രണയം. ഇപ്പം നമ്മൾ പ്രണയത്തിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും കാരണം പ്രണയമല്ല, ഈ മാരീച പ്രണയമാണ്. അതായത് ഇൻഫാക്ച്വേഷനാണ്, ഭ്രമത്തെയാണ്. അതാണ് ഭ്രമമാണു പ്രണയം, ഭ്രമമാണു പ്രണയം വെറും ഭ്രമം, വാക്കിൻ്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം, വാക്കിൻ്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. അങ്ങനെ ഞാൻ പറയാൻ കാരണം എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം, നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു നാം.